ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് സോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് വണ്ടിയിൽ ആദ്യം ഇരുന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെയറിൽ ഇരുന്ന പോലെ ഇരുത്താൻ പോരാ. നമുക്ക് സീറ്റ് ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ കൈ ഇവിടെ സ്റ്റയറിങ്ങിൽ, ഈ കൈ ഇപ്പുറത്ത് ഈ കരയിൽ അവിടെ അത് പൊക്കി ഇരുന്ന് നീങ്ങാം. എത്രയാണ് അഡ്ജസ്റ്റ്. നമുക്ക് രണ്ട് ടൈപ്പിൽ നോക്കാം. അതായത് വണ്ടി കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക, ചാരി ഇരിക്കേ. എന്നിട്ട് ഈ കൈയുടെ ഇവിടെ സ്റ്റയറിങ്ങിന് എത്തുന്ന രീതിയിലും അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലവരെ കൈ ചെറുതായിരിക്കും, അപ്പോൾ ആ അഡ്ജസ്റ്റ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കതൊന്ന് കുറച്ചുകൂടി സീറ്റ് നിങ്ങൾക്ക് മുമ്പോട്ട് വരേണ്ടതുണ്ട്. ഓക്കെ, ചാരി ഇരുന്നല്ലേ? കറക്റ്റാണ്. ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇരുന്നാലും നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ കാലിൻ്റെ ബാക്കിലെ ഭാഗം നിലത്ത് ടച്ച് ആവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും കൂടി സീറ്റ് കറക്റ്റ് ചെയ്യണം. ടച്ച് ആവുന്നുണ്ടല്ലോ, അപ്പോൾ ആ ടച്ച് അതൊരു സപ്പോർട്ടിങ് ആണ്. അത് നമുക്ക് ക്ലച്ച് പകുതിയിലെല്ലാം എടുത്ത് പഠിക്കാനുള്ളത് കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ അത് എത്തണം. ആ രീതിയിലായിരിക്കണം സെറ്റിങ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഈ സീറ്റിൽ ഇരുന്നിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ആദ്യം ഇടുക. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂട്രൽ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂട്രലും അവിടെ ക്ലച്ച് കൊട്ടിയ ന്യൂട്രലും ഒന്നാണ്. ക്ലച്ച് ഫുള്ള് താഴ്ന്ന ന്യൂട്രലാണ്. അപ്പം നമുക്ക് ഇപ്പം പെട്ടെന്ന് ഒരു ടൗണിലും പെട്ടെന്ന് ഓഫായാൽ ക്ലച്ച് താഴ്ത്തി സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ന്യൂട്രൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം എടുക്കും. സമയത്തിന് വില കൂടുതലാണ്. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ചെയ്യാതെ, ഇത് ന്യൂട്രലാണ്. എന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രേക്കിലും ക്ലച്ചും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക. ബ്രേക്ക് ഫുള്ള് ചവിട്ടുക, ക്ലച്ച് ഫുള്ള് ചവിട്ടുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇനി ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് അവസാനം എടുത്താൽ മതി. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇടുക. then ഹാൻഡ് ബ്രേക്ക് അവസാനം റിലീസ് ചെയ്യുക. എന്നിട്ട് ബ്രേക്ക് വിടുക. ഞാൻ പറയുന്ന ശ്രദ്ധിക്കുക, കൈ സ്റ്റയറിങ്ങിൽ വെക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. എന്നിട്ട് എക്സിറ്ററിൽ പോവുക. വെറുതെ ഒന്ന് എക്സിറ്റർ കൊടുത്തു നോക്കുക, വണ്ടി പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് പോകുന്നില്ല? നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കിയ, ഇപ്പോൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് മനസ്സിലാക്കി എക്സിറ്റർ കൊടുത്താൽ പോകുന്നുള്ള. അപ്പോൾ എക്സിറ്റർ കൊടുത്താൽ ഇവിടെ പോവില്ല. ഇവിടെ ക്ലച്ചിന് ഒരു കാര്യം ചെയ്യാനുണ്ട്. ആ ക്ലച്ചിലൂടെ വണ്ടി പോവുള്ളൂ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ആ ഒരു തെറ്റായ ധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഈ രീതിയിലേക്ക് മാറി ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഡ്രൈവ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലച്ച് നമ്മൾക്ക് ഒരു പകുതി വന്ന് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് വണ്ടി വണ്ടി പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ പകുതി വരെ എക്സിറ്റർ കൊടുത്താലും പോവില്ല. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട, ക്ലച്ച് മെല്ലെ പകുതിക്ക് വരിക. ഒരു വൈബ്രേഷൻ വരും വണ്ടിക്ക്. ഒന്ന് ക്ലച്ച് മെല്ലെ പകുതിക്ക് വാ, ഒന്നുകൂടി വാ. ഒരു വൈബ്രേഷൻ വരും. അവിടെ നിർത്തണം ക്ലച്ച്. ഇനി വിടരുത് ക്ലച്ച്. ഇനി അവിടെ നിന്ന് എക്സിറ്റർ കൊടുത്തുകൊണ്ടാണ് എടുക്കേണ്ടത്. എക്സിറ്റർ കുറച്ച് കൊടുത്തുകൊണ്ട് ക്ലച്ച് മെല്ലെ അതിന് കൂടെ റിലീസ് ചെയ്യാം. മെല്ലെ ക്ലച്ച് മേലോട്ട് വരും. അപ്പോൾ വണ്ടി പോകാൻ തുടങ്ങും. ഇനിയിപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പഠിച്ചു. ഇനി നിർത്തുന്നത് എങ്ങനെയാണ്? വീണ്ടും ബ്രേക്കിലേക്ക് കാല് വരിക, ക്ലച്ച് താഴ്ത്തുക. ബ്രേക്ക് ചവിട്ടുമ്പോൾ സഡന്ന് ചവിട്ടരുത്, അപ്പോൾ സഡൻ ബ്രേക്ക് ആവും. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് മെല്ലെയാണ് ചവിട്ടേണ്ടത്. ആദ്യം ബ്രേക്ക് തന്നെയാണ്, എന്നിട്ടാണ് ക്ലച്ച് താഴ്ത്തേണ്ടത്. നമ്മൾ എങ്ങനെയാണോ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങിയത് അതേ രീതിയിൽ ബാക്കിലോട്ട് പോകണം. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്ലച്ച് താഴ്ത്തിയിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലച്ച് മെല്ലെ വിടുമ്പോഴാണ് വണ്ടി പോകാൻ തുടങ്ങിയത്. അതേ രീതിയിൽ റിവേഴ്സ് ആയിട്ട് ഞങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ പോയ അതേ രീതിയിൽ. അതുകൊണ്ടാണ് നിർത്തുമ്പോൾ ക്ലച്ചും കൂടി ചവിട്ടണം എന്ന് പറഞ്ഞത്. 10 രീതിയിലാണ് നമ്മൾ സ്റ്റയറിങ് എപ്പോഴും പിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ലെവൽ പൊസിഷൻ ഇതാണ്. അപ്പോൾ സ്റ്റയറിങ്ങിൽ എപ്പോഴും എല്ലാവരും എസ് നോക്കിയിട്ട് ഇതാണ് ലെവല്. ഇനി തിരിച്ചാൽ ഇത് എസ് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്റ്റയറിങ് ലെവലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സ്റ്റയറിങ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് കറക്റ്റ് ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ലെവൽ. പക്ഷേ ഇത് ഒരു തിരിച്ചു കഴിഞ്ഞാലും ഇത് ലെവലെന്ന് വിചാരിക്കരുത്. അതൊരു തിരിച്ചിടണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് പോകും. ഏത് വശത്താണോ തിരിച്ചത് ആ വശത്തേക്ക് പോകും. അപ്പോൾ മനസ്സിലാക്കണം ഇത് ഒരു തിരിച്ചിട്ടുണ്ട്. സ്റ്റയറിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. അപ്പോൾ അതിന് ലെവൽ ഇവിടെ താഴെ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് ലെവലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് ഒരു തിരി ലെവലല്ല,
രണ്ട് തിരി ആവേണ്ടി വരും. അപ്പോൾ തിരിച്ച് ഒരു ഫുൾ ടേൺ ചെയ്താൽ അത് രണ്ടാമത് വരാൻ രണ്ട് തിരി ലെവൽ വരണം. അതായത് ഒരു പ്രാവശ്യം ഇവിടെ വരും, പിന്നീട് ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോഴാണ് അത് ലെവലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റെയറിംഗ് ലെവലായി എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ സ്റ്റെയറിംഗ് നമ്മൾ ഒറ്റക്കൈ ഡ്രൈവിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൈയിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രണ്ട് കൈ ഉപയോഗിക്കണം. വലത്തോട്ട് തിരിക്കുമ്പോൾ വലത്തേ കൈ വലിച്ചുകൊണ്ട് ഇത് ലൂസ് ചെയ്യുക, അങ്ങനെയാണ്. പിന്നെ ഇടത്തോട്ട് തിരിക്കുമ്പോൾ ഈ കൈ വലിക്കുക, ഇങ്ങനെ വലിക്കുക, തിരിച്ചു വലിക്കുക, തിരിക്കുക, ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെയാണ് തിരിക്കേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഇതിപ്പോൾ ലെവൽ മനസ്സിലാകുന്നത് ഇപ്പോൾ ലെവലാണ്. റൈറ്റിലേക്ക് തിരിച്ചു നോക്കുക, ഫുള്ള് ഇങ്ങനെ ഫുൾ റൈറ്റ് ഫുള്ള്. എന്താ ഒരു പ്രാവശ്യം ഇവിടെ വന്നു, ഇനി ഒരു പ്രാവശ്യം കൂടി വന്നിട്ട് അത് ഫുള്ള് വരില്ല, ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഫുൾ ടേണിങ് ആയി. ഇനി നമ്മൾ ഫുൾ ടേണിങ് ഇത്രയേ ഉള്ളൂ, പക്ഷെ തിരിച്ചു വരുന്നത് ഇവിടെ രണ്ടാണ്. എന്താ ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് താഴെ എത്തുമ്പോഴാണ്, ഇതാണ് ലെവൽ. ഈ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇത് വലതുവശത്ത് ഒടിച്ചത് ലെവലായി. പിന്നെ ഇടതുവശത്ത് തിരിച്ചു നോക്ക്, അതേപോലെ ഇങ്ങനെ വലിച്ച് തിരികെ ഒരു പ്രാവശ്യം, ഒരു പകുതി വരുമ്പം ഫുൾ ടേണിങ് ആയി. ഇത് ഫുൾ ടേണിങ് ആയി. ഇനി തിരിച്ച് അങ്ങോട്ട് കൈ വലിക്കുക, ഒന്ന്, അടുത്തത് വന്നു കഴിഞ്ഞിട്ട് രണ്ട്. ഇപ്പോൾ രണ്ടാമോ സ്റ്റെയറിംഗ് ലെവലായി, മനസ്സിലാക്കുക. നമ്മളത് വണ്ടി ഓടിച്ച് നോക്കാം. ഒന്ന് ഫസ്റ്റ് ഗിയറിട്ടെ, ഹാൻഡ് ബ്രേക്ക് എടുക്കാം, മെല്ലെ ഇടത്തോട്ട് തിരിക്കുക, ബ്രേക്ക് വിട്, എക്സലിൽ കാലുമൊക്കെ ചെറുതായിട്ടൊന്ന് മെല്ലെ മൂവ് ചെയ്തുകൊണ്ട് ഇടത്തോട്ട് തിരിക്കുക, ക്ലച്ച് റിലീസ് ചെയ്യും അല്ലേ. അത്ര എക്സലർ കൂടുതൽ കൊടുക്കണ്ട, കുറച്ച് കൊടുത്തുകൊണ്ട് ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യാം. ക്ലച്ച് കുറച്ച് കൂടി മേലോട്ട്, ഫുൾ ടേൺ ചെയ്ത് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യും. ഇതിപ്പം ഇടത്തോട്ട് പോകുന്നുണ്ട് വണ്ടി. പിന്നെ അത് ലെവൽ ചെയ്യാൻ ഒരു തിരി, രണ്ട് തിരി ലെവൽ. ഇനി മൂവ് ചെയ്ത് നോക്കുക, ലെവലാണോ പോകുന്നത് മനസ്സിലാക്കുക. ഇത് ലെവലാണ്, മനസ്സിലായ. വീണ്ടും റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് ടേണിങ്, ആ കൈ വലിക്കുക, പിന്നെ അത് ലെവൽ ചെയ്യുക. രണ്ട്, ഒന്ന്, രണ്ട്, മനസ്സിലായ. ഇത് ലെവലായി പോകുന്നു. വണ്ടിയുടെ മൂവ്മെൻറ്റും മനസ്സിലാക്കിയും വേണം നമ്മൾ സ്റ്റെയറിംഗ് തിരിക്കുന്നത് മനസ്സിലാക്കേണ്ടി വരും. ഇതാണ് സ്റ്റെയറിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി മനസ്സിലാവാൻ. ഇനി റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് വളവ് കണ്ടു കഴിഞ്ഞാൽ ചിലവർ ആദ്യം തിരിക്കും. അപ്പോൾ വളവ് കാണുമ്പോൾ തിരിക്കരുത്, വളവിലേക്ക് എത്തണം, തിരിക്കാൻ അവിടെ സ്ലോ ചെയ്യണമെങ്കിൽ സ്ലോ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തും.